മനുഷ്യരാശിക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങൾ ആ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ഏറ്റവും പേരുകേട്ട രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഇസ്ലാമിക് റിപ്പബ്ലിക് ആയിട്ടുള്ള ഇറാൻ. ഏതാണ്ട് 700ഓളം ആളുകളാണ്, പ്രതിഷേധിക്കുന്ന ആളുകളെയാണ് ആ ഭരണകൂടം, ആയത്തുള്ള അലി ഖമനേയിയുടെ ഭരണകൂടം കൊന്നിരിക്കുന്നത്. ലോക ശ്രദ്ധ ആകർഷിക്കുകയാണ് ഇറാനിലെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം. വിലക്കയറ്റമാണ് എന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും ജനങ്ങൾ വല്ലാത്ത രീതിയിലുള്ള പ്രതിഷേധത്തിലാണ്. അപ്പം എന്താണ് ഇനി വരും ദിവസങ്ങളിൽ ഇറാനിൽ സംഭവിക്കാൻ പോകുന്നത്? ഒരു 3 കൊല്ലം മുമ്പ് മാത്യു സാമുവലിൻ്റെയൊക്കെ ചാനലിൽ വീഡിയോ എടുക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു തൽക്കാലത്തേക്ക് അന്ന് ഉണ്ടായ ഒരു പ്രക്ഷോഭത്തെ ഇവർ അടിച്ചമർത്തിയിരുന്നു. അത് 2022 സെപ്റ്റംബറിൽ മഹ്സ ആമിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി കൊല്ലപ്പെട്ടിരുന്നു. ആ പെൺകുട്ടി കൊല്ലപ്പെട്ടത് ഒരു ഹിജാബ് മാറിക്കിടന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ പിടിച്ചുകൊണ്ടു പോവുകയും പുറത്ത് നിൽക്കുന്ന അതിൻ്റെ ബന്ധുക്കൾ അകത്ത് കിടന്ന് വലിയ കരച്ചിൽ കേൾക്കുകയും ഏറ്റവും ഒടുവിൽ പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടം പോലും കൃത്യമായി ചെയ്യാതെ ശവസംസ്കാരം നടത്താൻ ശ്രമിക്കുകയൊക്കെ ചെയ്തതിൻ്റെ പേരിൽ വലിയ പ്രക്ഷോഭം ഇറാനിലുണ്ടായിരുന്നു. ആ ഇറാനിലുണ്ടായ പ്രക്ഷോഭം യഥാർത്ഥത്തിൽ അവിടുത്തെ അധികാരികളെ ഞെട്ടിച്ചു. കാരണം 70% സ്ത്രീകളാണെന്ന് പ്രക്ഷോഭത്തിനിറങ്ങിയത്. കൂടാതെ സ്കൂൾ കുട്ടികളടക്കമുള്ള ആളുകൾ പ്രക്ഷോഭത്തിനിറങ്ങി. ആ ഇറങ്ങിയത് ഞെട്ടിക്കുകയും പിന്നീട് ഏതാണ്ട് കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അത് അടിച്ചമർത്തുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് കേരളത്തിൽ ഒരു മാധ്യമവും അതിൻ്റെ വാർത്ത കൊടുത്തിരുന്നില്ല. ഞാനാണ് നിരന്തരമായി ഒരു 10-20ഓളം വീഡിയോകൾ അതുമായി ബന്ധപ്പെട്ട് ഒരു ഇറാൻ എക്സ്പെർട്ട്, അപ്പോൾ അതുകൊണ്ട് ചെയ്തിരുന്നു. അല്ല, എക്സ്പെർട്ടാണോ ഇല്ല എന്നൊക്കെ ഞാൻ വിലയിരുത്തട്ടെ. പക്ഷേ ഞാൻ പറഞ്ഞൊരു കാര്യം, അത്തരത്തിൽ വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം, ഞാനിതായാലും അത് പറയാനാണ് വന്നത്. കാരണം ഇതൊരു 2-3 കൊല്ലത്തേക്കുള്ള കാര്യമാണ്, തൽക്കാലത്തേക്ക് അടങ്ങിയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊരു അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് തീയായി മാറാൻ അധികം കാലം വേണ്ട. ഖമൈനിയൊക്കെ രാജ്യം വിടാനും അധികം കാലം വേണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം, അന്ന് ഈ പ്രക്ഷോഭത്തിൽ ഭയന്ന് പോയിട്ടുള്ള മത പോലീസുണ്ട്. അതായത് സ്ത്രീകളുടെ ഡ്രസ്സ് മാത്രം നോക്കുന്ന പോലീസുണ്ട് അവിടെ ഇറാനിൽ. ആ ഇറാനിലുള്ള പോലീസുകാർ പിന്നീട് വഴിയിൽ നിന്ന് ആളുകളെ പിടിക്കുന്നത് നിർത്തിയിട്ട് ക്യാമറകൾ വെക്കുകയും ആ ക്യാമറകളിലൂടെ നോക്കിക്കൊണ്ട് സ്ത്രീകൾക്ക് ഫൈൻ ഇടുകയുമാണ് ചെയ്തിട്ടുള്ളത്, ഹിജാബ് ധരിക്കാത്ത സ്ത്രീകൾക്കൊക്കെ. അന്ന് ഹിജാബ് ധരിക്കാതെ പിന്നെയും സ്ത്രീകൾ പുറത്തിറങ്ങി കിടക്കുകയും ആളുകൾ, ചില യാഥാസ്ഥിതികരായിട്ടുള്ള ആളുകൾ യോഗട്ട് എടുത്ത് തലയിൽ വെക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രക്ഷോഭം. അന്നും അവിടെ 27% അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, വലിയ തോതിലുള്ള തൊഴിലില്ലായ്മയുണ്ട്, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഈ തൊഴിലില്ലായ്മയും പ്രശ്നങ്ങളൊക്കെ തുടങ്ങുന്നത്, ചരിത്രം കൂടി പറഞ്ഞാലേ ബോധമാവുള്ളൂ, അതാണ് ഇപ്പോൾ ഇതിൻ്റെ കാര്യം. ആ ചെറിയ ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യഥാർത്ഥത്തിൽ ബറാക്ക് ഹുസൈൻ ഒബാമ ഭരിച്ചിരുന്ന സമയത്ത് ഗൗതം അറിയേണ്ടത്, അവിടെ 5 ഈ പറയുന്ന UN രക്ഷാസമിതിയിലെ സ്ഥിരാംഗങ്ങളും ജർമ്മനിയും അതുപോലെ ഇറാനുമായിട്ടൊരു കരാറുണ്ടാക്കി. ആ കരാറുണ്ടാക്കിയിട്ട് അവിടെ അന്നത്തെ ഉപരോധങ്ങളൊക്കെ ഇളവ് ചെയ്തിരുന്നു. ആ ഇളവ് ചെയ്ത ഉപരോധങ്ങളെല്ലാം പിന്നീട് ഡൊണാൾഡ് ട്രംപ് വന്നപ്പോൾ, ഇപ്പം അല്ലട്ടാ, ഇതിന് മുമ്പത്തെ തവണ ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേക്ക് വന്നപ്പോൾ അതെല്ലാം തന്നെ എന്ത് ചെയ്തു, പുനഃസ്ഥാപിക്കുകയും ഈ പറയുന്ന കരാറിൽ നിന്ന് അമേരിക്ക പിന്മാറുകയും ചെയ്തു. അതിനുശേഷം വലിയ തോതിലുള്ള സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇറാൻ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നേക്കണമെന്ന് വെച്ചാൽ, ഈ കഴിഞ്ഞ 28-ാം തീയതി, ഡിസംബർ 28-ാം തീയതിയാണ് ഇത് പ്രക്ഷോഭം തുടങ്ങുന്നത്. ആരംഭിക്കുന്നതിൻ്റെ കാരണം, അതിന് തൊട്ടു മുമ്പ് അവിടെയുള്ള ഒരു മനുഷ്യാവകാശ പ്രവർത്തകനായിട്ടുള്ള ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, അദ്ദേഹത്തെ കൊലപ്പെടുത്തുന്നുണ്ട്. ആ കൊലപ്പെടുത്തിയതിന് ശേഷം 28-ാം തീയതി പ്രക്ഷോഭം തുടങ്ങുന്നു. അതും വലിയ രോഷം ഉണ്ടാക്കിയ കാര്യമാണ്. 28-ാം തീയതി പ്രക്ഷോഭം തുടങ്ങുമ്പോൾ ഗ്രാൻഡ് ബസാറിലെ കച്ചവടക്കാരാണ് ഈ പ്രക്ഷോഭം തുടങ്ങുന്നത്. ഈ ഗ്രാൻഡ് ബസാറിലെ കച്ചവടക്കാർ നേരത്തെ അനുകൂലമായിരുന്നു. ഈ ഗ്രാൻഡ് ബസാറിലെ കച്ചവടക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവരാണ് 1979 പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുക്കുന്നതും ഫണ്ട് ചെയ്തതല്ല. അപ്പോൾ അത്തരത്തിൽ ഗ്രാൻഡ് ബസാറിലെ കച്ചവടക്കാർ ഇത് എന്ത് ചെയ്തു, പ്രക്ഷോഭം തുടങ്ങിയതിന് ശേഷം എന്ത് സംഭവിച്ചു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ എന്താണ് യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ, അവിടെ ഒരു ഇറാനിയൻ റിയാലിൻ്റെ വില എന്ന് പറയുന്നത് ഈക്വലൻ ടു 43,000 ഇറാനിയൻ റിയാലിന് ഈക്വലൻ്റ് ആയിരുന്നു $1. അതായത് 43,000 സ്വന്തം രാജ്യത്തെ പണം കൊടുത്താലേ എന്ത് ചെയ്യുള്ളൂ, $1 കിട്ടുള്ളൂ. അപ്പോൾ എത്ര വിലക്കയറ്റുണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇതായിരുന്നു നേരത്തെ സിറ്റുവേഷൻ. ഇപ്പോഴുള്ള സിറ്റുവേഷൻ എന്താണെന്നറിയോ? ഒരു ഇറാനിയൻ റിയാലും ഈക്വൽ ടു എത്ര, ഒരു 14,20,000 ഇറാനിയൻ റിയാലാണ് എന്നുള്ളത് കൊടുത്താലും $1 കിട്ടുള്ളൂ. എന്ന് പറഞ്ഞാൽ അഭൂതപൂർവമായ 70-76% വിലക്കയറ്റമാണ്. വലിയ ദുരിതത്തിലാണ് ജനങ്ങൾ. ഒരു സാധനം മേടിക്കാൻ നിവൃത്തിയില്ല, വലിയ ബുദ്ധിമുട്ടിലാണ്, ജോലിയില്ല, 30% ആളുകൾ പട്ടിണിയിലാണ്. ഇത്തരത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ. ഇതെല്ലാം അവർ സഹിച്ചേനെ. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്നറിയോ? സ്വാതന്ത്ര്യമില്ല. കൂടാതെ മതപരമായിട്ടുള്ള നിയമങ്ങളൊക്കെ അടിച്ചേൽപ്പിക്കുന്നു. ഈ പറയുന്ന ആയത്തുള്ള അലി ഖുമൈനിയുടെ നേതൃത്വത്തിൽ 86 വയസ്സുള്ള പുള്ളിയുടെ നേതൃത്വത്തിലുള്ള ഏകാധിപത്യ ഭരണമാണ് അവിടെ നടക്കുന്നത്. സാർ, ഇപ്പോൾ എന്താണ്, ഒരാളെ ഇപ്പോൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ട് വിധിച്ചിരിക്കുകയാണ്. അയാളുടെ 26 വയസ്സുള്ള, അയാളുടെ പേര് ഇതിലിപ്പോൾ ഇർഫാൻ സുൽത്താനി.
അങ്ങനെയാണ് ഇപ്പം ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടാണ് അത്. ഇതിനെ ഇപ്പം ഇറാനിലെ അട്രോണി ജനറൽ ആയിട്ടുള്ള ഈ ഒരു മുഹമ്മദ്, അയാൾ ഈ പ്രതിഷേധക്കാരെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ദൈവത്തിൻ്റെ ശത്രുക്കളാണ് ഈ പ്രതിഷേധക്കാർ. അതായത് ഇവർക്ക് പിന്നിൽ അമേരിക്കയാണ്. ഇതാണ് ഇവരുടെ നിരന്തരമായിട്ടുള്ള ഇതിന്റെ പിന്നിൽ. അതായത് നമ്മുടെ രാജ്യത്ത് കർഷക പ്രക്ഷോഭം ഉണ്ടായിരുന്നു, അതുപോലുള്ള പല പ്രക്ഷോഭങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഭരണകൂടം സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരു പല്ലവിയാണ് ഇതിന്റെ പിന്നിൽ രാജ്യദ്രോഹികളാണ്, പാകിസ്ഥാനാണ്, അല്ലെങ്കിൽ മറ്റിതാണെന്ന്. അതേ സാധനം അവിടെ എടുത്ത് ഉപയോഗിക്കുകയാണ്. അവിടെ മതരാഷ്ട്രമായതുകൊണ്ട് കുറച്ചുകൂടി എളുപ്പത്തിൽ വിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന ദൈവത്തിനെതിരാണ് എന്ന് പറയലാണ്. ദൈവത്തിനെതിരാണ് എന്താണെന്ന് പറഞ്ഞാലും ശരി, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനില്ലാതെ അത് മേടിക്കാൻ പണമില്ലാതെ വലയുന്ന ആളുകൾ ഒന്നും കേൾക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത് ഇതിനെയൊക്കെ അടിച്ചമർത്തി ആളുകൾ എന്ത് ചെയ്യും, തകർത്തുകൊണ്ട് പുറത്തേക്ക് വരും. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ പ്രൊട്ടസ്റ്റ് നടത്തുന്ന പോലെയല്ല. അതായത് വെറുതെ ജയിലിൽ പോയി കിടന്ന് എന്ത് ചെയ്യണം, ചപ്പാത്തിയും പരിപ്പും കഴിച്ച് നേരെ തിരിച്ചിങ്ങോട്ട് വരാം, അങ്ങനെയല്ല. അവിടെ പ്രൊട്ടസ്റ്റ് നടത്തി ജയിലിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യും, ആളെ തൂക്കിക്കൊല്ലും അല്ലെങ്കിൽ വധശിക്ഷ നടപ്പിലാക്കും. അങ്ങനെ ഉണ്ടായിട്ട് പോലും ലക്ഷക്കണക്കിന് ആളുകൾ, അതായത് 31 പ്രവിശ്യകളിൽ 25 പ്രവിശ്യകളിലും വളരെ രൂക്ഷമായിട്ടുള്ള പ്രക്ഷോഭം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും കയ്യിലെന്ന് വെച്ചാൽ കൈയുണ്ട്. കാരണം അമേരിക്ക ഇപ്പോൾ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഈ പ്രക്ഷോഭങ്ങളെ അടിച്ചമർത്താനാണ്, അതായത് അകാരണമായി നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു മര്യാദയുമില്ലാതെ അടിച്ചമർത്താനാണ് തീരുമാനിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഇടപെടും എന്നാണ് പറഞ്ഞേക്കണം. ഇപ്പോൾ 25% തീരുവയാണ് ഇറാനുമായിട്ട് കച്ചവടം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് കൊടുത്തിരിക്കുന്നത്. ഈ തീരുവയേക്കാൾ കൂടുതലുള്ള ഒരു കാര്യം, ഇവിടെ നിന്ന് ഓടി വന്നിട്ടുള്ള പത്രക്കാർക്കും അതുപോലെ മാധ്യമപ്രവർത്തകർക്കും നിരവധി പേർക്ക് അമേരിക്കൻ ഏജൻസികൾ അവിടെ അഭയം കൊടുത്തിട്ടുണ്ട്. അതിൽ ചില ആളുകൾക്കൊക്കെ തന്നെ അവർ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെ അവിടെ ഏതാണ്ട് 10 ലക്ഷത്തിലധികം ആളുകളുടെ പ്രചാരമുണ്ട്. അവിടെ അവരുടെ കൾച്ചറിനെ തന്നെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള നിരവധി കാര്യങ്ങൾ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു കാര്യം. അവിടെ ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്, CIA അടക്കമുള്ള ആളുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, കൃത്യമായി ഇൻഫിൽട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഗൗതത്തിനോട് പറയാം. ആ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ തകർച്ചയുടെ ഒരു കാര്യം കൂടി പറയാം. അവിടെ യഥാർത്ഥത്തിൽ ഇപ്പം നമുക്കറിയാവുന്ന പോലെ അവിടുത്തെ ഒരു വലിയ ഗ്രൂപ്പുണ്ട്, ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന 1,90,000 പേര് വരുന്ന പ്രൈവറ്റ് മിലിറ്ററി സേന ഉണ്ട്. അത് യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖൊമൈനിയുടെ സേനയാണ്. ഈ സേനയിൽ നിന്നുള്ള ഒരു ബ്രിഗേഡിയർ ആയിട്ടുള്ള ഈ പറയുന്ന ഇസ്മയിൽ ഖാനി എന്ന് പറയുന്ന ഒരാൾക്ക് ഒരു ചുമതല കൊടുത്തിട്ടുണ്ട്. എന്താ പറയുക, കോഡിൻ്റെ. ഈ കോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റ് രാജ്യങ്ങളിലേക്ക് ടെററിസം കയറ്റി അയക്കുകയും ഹിസ്ബുള്ള അടക്കം ബാക്കിയുള്ള ആളുകൾക്ക് ഫണ്ട് ചെയ്യുകയും ട്രെയിൻ ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. ഇത്തരം ഗ്രൂപ്പുകളുടേക്കും മിലിറ്ററിയിലേക്ക് പോലും അതിതീവ്രമായി മൊസാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ രാജ്യത്ത് പരസ്പരം ആരെയും വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് താങ്കൾ ഓർക്കുണ്ടാവുക, ഇസ്മയിൽ ഖാനിയ അവിടെ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അവരുടെ ഹൈ സെക്യൂരിറ്റി സോണിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഇസ്മയിൽ ഖാനിയ കൊല്ലപ്പെട്ടത്. അവരുമായി ഒരു മീറ്റിംഗ് നടത്താനായിട്ട് ഇസ്മയിൽ ഖാനി ചെല്ലുമെന്ന് പറയുന്ന അതേ ദിവസമാണ് യഥാർത്ഥത്തിൽ ഹിസ്ബുള്ളയുടെ ചീഫ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ ഇത്തരം ആളുകളൊക്കെ കൊല്ലപ്പെടുന്നതുകൊണ്ട് അങ്ങേയറ്റം വിശ്വാസമില്ലാതാവുകയും അങ്ങേയറ്റം അരക്ഷിതരായി തീരുകയും ചെയ്തു. ഒന്ന്. ഇനി അടുത്തൊരു കാര്യം കൂടി താങ്കളോട് പറഞ്ഞിട്ട് ഇനി ബാക്കി പറയാം. ഈ കഴിഞ്ഞ തവണ അവരുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഇബ്രാഹിം റൈസി കൊല്ലപ്പെട്ടു. എങ്ങനെയാ, ഹെലികോപ്റ്റർ തകർന്നിട്ടാണ്. ഈ ഹെലികോപ്റ്റർ എത്ര പഴക്കമുള്ളതെന്നറിയോ? അത് അമേരിക്കൻ ഹെലികോപ്റ്ററാണ്. 1960 കൊടുത്തതാണ്. കനേഡിയൻ മിലിറ്ററിക്ക് വേണ്ടി കൊടുത്തതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു ഡെവലപ്മെൻറ്റും ഇല്ലാതെ ഒന്നുമില്ലാതെ രാജ്യത്തേക്ക് വലിയ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ നിൽക്കുന്നു. ആ പ്രശ്നങ്ങളെ ഒന്നും നേരിടാൻ ഈ മതഭരണകൂടത്തിന് കഴിയുന്നില്ല. അവർ സുഖലോലുപരായിട്ട് എന്ത് ചെയ്യുന്നു, മതത്തിൻ്റെ പേര് പറഞ്ഞ് അടിച്ചു പൊളിച്ച് ജീവിക്കുന്നു. ഇപ്പം നടക്കുന്ന ഈ ഒരു പ്രതിഷേധവും അതിൻ്റെ ഭാഗമായിട്ട് ആളുകളെ അറസ്റ്റ് ചെയ്യലും എന്താണ്, മരിച്ച കണക്കൊക്കെ നോക്കുമ്പോൾ നമ്മൾ അനുസ്മരിപ്പിക്കുന്നത് 1979 സംഭവമാണ്, ഇസ്ലാമിക് റവല്യൂഷൻ. അപ്പോൾ ഇതിലിപ്പോൾ എന്താണ്, ഈ ഖമനേയി പറയുന്നത് ട്രംപിനെ പ്രീതിപ്പെടുത്താനാണ് ഈ പ്രതിഷേധക്കാർ ശ്രമിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ്, അല്ലാണ്ട് ഈ രാജ്യത്ത് യാതൊരു തരത്തിലുള്ള പ്രശ്നവുമില്ല. വെസ്റ്റേൺ ലിബറൽ ലെഫ്റ്റ് ഐഡിയോളജി അത് അവർക്ക് തീരെ ഇഷ്ടമല്ല. ഇതിനെ തുടച്ച് നീക്കും ഖമനേയി. അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ രാജ്യത്തിൻ്റെതായ കൾച്ചർ ഉണ്ടാവും. അപ്പോൾ ആ കൾച്ചറിന് മേൽ അമേരിക്ക വരുന്നു എന്ന് പറയുമ്പോൾ പ്രതിഷേധിക്കുക തന്നെയല്ലേ വേണ്ടത്? ഇതിൽ ഈ പറയുന്ന ഖമനേയി പറയുന്നതിനൊന്നും ഒരു അടിസ്ഥാനമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള ഒരു ഭരണമാണ് അവിടെ നടക്കുന്നത് എന്നുള്ളതിന് അതിൻ്റെ അകത്ത് നിന്നുള്ള ആളുകൾക്ക് പോലും ഒരു തരത്തിലുള്ള ഈ പറഞ്ഞ എതിരഭിപ്രായം ഉണ്ടാവില്ല. നമ്മളപ്പോൾ അമേരിക്കയുടെ ഒരു സാമ്രാജ്യത്വ താല്പര്യത്തെ ഇവിടെ കാണാതിരിക്കണം എന്നാണോ താങ്കൾ? അല്ല, അമേരിക്കയുടെ സാമ്രാജ്യത്വ താല്പര്യമുണ്ട്, ഇസ്രായേലിന് ഇവരെ തകർക്കാനുള്ള താല്പര്യമുണ്ട്, ഇതെല്ലാം ഉണ്ട്. അൾട്ടിമേറ്റ്ലി ഇസ്ലാമോ ഫോബിക്കാണ് അമേരിക്ക. അത് അതിനെ അംഗീകരിക്കുന്നുണ്ടോ?
അല്ല അമേരിക്ക സത്യത്തിൽ ഇസ്ലാമോ ഫോബിക് ആണെന്നുള്ള വിശ്വാസമൊന്നും എനിക്കില്ല. എങ്കിൽ ദുബായിനെ കയറി ആക്രമിക്കുന്നില്ല, ബാക്കിയുള്ള ആളുകളെ ആക്രമിക്കുന്നില്ല. അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കച്ചവടമാണ്. അവർക്കെതിരെയുള്ള ത്രെട്ടിനെ അവർ ഏത് വിധേനയും നേരിടും. അവർ ഖമൈനിയേക്കാൾ വലിയ അഭ്യാസികളാണ്. അതുകൊണ്ട് ഏത് തന്ത്രം ഉപയോഗിച്ച് അവർ നേരിടും. നമുക്ക് പലസ്തീനിൽ കുറേയധികം ആളുകൾ കൊല്ലപ്പെട്ടപ്പോൾ നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ പ്രതിഷേധിച്ചിട്ടുണ്ട്, LDF പ്രതിഷേധത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ആയത്തുള്ള അലി ഖമനേയി വൃത്തികെട്ടവനെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ഈ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനത്തിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നത്? അത് ഗൗതം പറഞ്ഞത് കറക്റ്റാണ്. നമ്മുടെ ഇവിടെയുള്ള ഒരു പ്രോ ഇസ്ലാമിക് പ്രോ ലെഫ്റ്റ് ഐഡിയോളജിക്കാർക്ക് അത് താല്പര്യമില്ലാത്തതുകൊണ്ടാണ് മാധ്യമങ്ങൾ പോലും അത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അതാണ് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞത്. ഞാൻ മാത്രമാണ് അത്തരത്തിലൊരു 10-26 വീഡിയോകൾ അവിടെ കൃത്യമായിട്ട് ഇതിനെക്കുറിച്ച് ചെയ്തിരുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ അങ്ങനെയുള്ള ചില വാർത്തകൾ വളരെ ഈ ഫിൽട്ടർ ചെയ്തിട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. കാരണം അത് കേൾക്കാനോ അത് കാണാനോ ഒക്കെ ആളുകൾക്ക് താല്പര്യമുണ്ടാവില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വ്യൂവർഷിപ്പ് കുറേ നഷ്ടപ്പെട്ടു പോകും എന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ട്. അത് എല്ലാ ചാനലുകളും എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പം നാഷണൽ ചാനലിലേക്ക് നോക്കിയാൽ നേരെ തിരിച്ചാണ്. കാരണം നാഷണൽ ചാനലുകളിലും ഇന്റർനാഷണൽ ചാനലുകളിലും ഇത് മാത്രം പ്രൊജക്ട് ചെയ്ത് കാണിക്കുകയാണ്. കാരണം അത് അമേരിക്കയുടെ താല്പര്യമാണ്. അപ്പം അത്തരത്തിലുള്ള താല്പര്യങ്ങൾ എല്ലായിടത്തും ഉണ്ട്. അതൊക്കെ വേറൊരു ടോപ്പിക്കാണ്, നമ്മളതൊന്നും ചർച്ച ചെയ്യാൻ ഇപ്പോൾ സമയമില്ല. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആയത്തുള്ള അലി ഖമേനിയുടെ നാളുകൾ എണ്ണപ്പെട്ടു. പുള്ളി പ്രൈവറ്റ് ജെറ്റിലും പ്രൈവറ്റ് ഈ പറഞ്ഞ പോലെ ഫ്ലൈറ്റിലും അടുത്ത ഏത് രാജ്യത്തേക്ക് പോകും എന്നുള്ളത് മാത്രമേ നമ്മളിനി ആലോചിക്കേണ്ടതുള്ളൂ. കാരണം അവിടെ ഇനി അധികാലം പിടിച്ചിരിക്കാൻ പറ്റില്ല. ഡെത്ത് ടു ഡിക്റ്റേറ്റർ എന്ന് പറഞ്ഞ മുദ്രാവാക്യം ആദ്യം ഈ ഹിജാബിനെതിരെയുള്ള മുദ്രാവാക്യം പിന്നീട് അങ്ങനെ ഒരു മുദ്രാവാക്യമായി മാറിയതാണ്. 16-17 വയസ്സുള്ള പെൺകുട്ടികളാണ് അന്ന് ഈ പറയുന്ന പോലെ നൃത്തം ചെയ്തുകൊണ്ട് പ്രതിഷേധിച്ചേക്കാം. അപ്പം അതുകൊണ്ട് ഇനിയും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യും? അപ്പോൾ ഈ മഹസാന് വേണ്ടിയുടെ ശവസംസ്കാരം നടത്തുമ്പോൾ ഏതാണ്ട് 10,000-ലധികം പേരാണ് അവിടെ കൂടിയത്. ഇനി ഇത്തരം പ്രതിഷേധങ്ങൾ പറയുന്നത് ഈ ഖമനേയി കൊല്ലപ്പെട്ട് കാണാൻ ആ ജനങ്ങൾ പോലും ആഗ്രഹിക്കുന്നു എന്നാണ്. തീർച്ചയായിട്ടും, ഒരു സംശയമില്ല. അപ്പൊ അമേരിക്ക അപ്പോൾ ഒരുപക്ഷെ വെനിസ്വേലയിൽ സംഭവിച്ചത് തട്ടിക്കൊണ്ടുപോയ ഖമനേയും തട്ടിക്കൊണ്ടുപോകുമോ? അല്ല, വെനിസ്വേലയിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ വെനിസ്വേലയിൽ ഇത്രയൊന്നും കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായില്ല, രൂക്ഷമായിട്ടുണ്ടായില്ല. അല്ല, അമേരിക്കയുടെ കീഴിലേക്ക് ഇറാൻ വരാൻ വേണ്ടി പോവാണ്. അല്ല, അമേരിക്കയുടെ കീഴിലേക്കാണ് ഇനി ഇറാൻ വരാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം അവിടുത്തെ നേരത്തെ ഷായുടെ ഭരണകൂടത്തിൽ ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ വിട്ടു, പഹ്ലിയാൻ, അദ്ദേഹത്തിന്റെ മകൻ ഭരണമെന്നാണ് ആളുകൾ മുദ്രാവാക്യം വിളിക്കുന്നത്. അദ്ദേഹം വന്നിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഒരു രാജ്യമായി ഇറാൻ മാറും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഇറാനിൽ ജനാധിപത്യം വരാൻ പോവാണ്. തീർച്ചയായും ജനാധിപത്യം വരിക എന്നൊക്കെ പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇപ്പൊ ഇതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൊണ്ട് അത് എങ്ങനെ സംഭവിക്കും നമുക്കറിയില്ല. പക്ഷെ ആ വരാൻ പോകുന്ന ഭരണകൂടം ഉറപ്പായിട്ട് അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന ഹിജാബ് ഇല്ലാതെയും ഫ്രീ ആയിട്ട് വേണമെങ്കിൽ ബിക്കിനി ഇട്ടിട്ടും അല്ലെങ്കിൽ ഷോർട്സ് ഒക്കെ ഇട്ടിട്ട് മുസ്ലിം സ്ത്രീകൾക്ക് ഇറാനിൽ ഇറങ്ങി നടക്കാം എന്നുള്ളൊരു അവസ്ഥ. നിങ്ങൾ ഈ സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ അതൊക്കെ ഉണ്ടാവുമായിരിക്കും, എനിക്കറിയില്ല. ബിക്കിനിട്ട് കിടക്കാൻ പറ്റുന്ന അവസ്ഥ ഉണ്ടാവില്ലെന്ന് എനിക്ക് ഇവിടെ പറയാൻ ആളല്ല. അതൊക്കെ താങ്കളുടെ സ്വപ്നങ്ങളിൽ താങ്കൾ ഉണ്ടാവും. ഞാൻ പറയുന്ന അടുത്ത കാര്യമല്ല, നമ്മൾ ഗൗരവത്തിലുള്ള കാര്യമുള്ള പറയുന്നത്. ഇതൊക്കെയാണല്ലോ സ്വാതന്ത്ര്യം. ഗൗതം, സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഇപ്പൊ എത്ര സ്വാതന്ത്ര്യത്തിന്റെ പുറത്താണല്ലോ 22 വയസ്സുള്ള മഹ്സാമീനി കൊല്ലപ്പെട്ടത്. അല്ല ഞാൻ പറഞ്ഞത് അതിനേക്കാളൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, 1 കിലോ അരി മേടിക്കാനായിട്ട് എന്ത് ചെയ്യണം? ഈ പറഞ്ഞ പോലെ 50,000 രൂപ കൊടുക്കണം, അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കണം, 15 ലക്ഷം രൂപ 50 ലക്ഷം രൂപ കൊടുക്കണം എന്ന് പറയുന്ന കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് പാകിസ്ഥാനിൽ എന്ത് ചെയ്യണം? 1 കിലോ ചിക്കൻ മേടിക്കാനായിട്ട് എന്ത് ചെയ്യണം? മറ്റേ നമ്മുടെ കേരള ET കൊടുക്കുന്ന 2,500 രൂപ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ജനത്തിന്റെ നടുപൊടിയും. ആ പ്രശ്നങ്ങൾ, അത്രയും രൂക്ഷമായിട്ടുള്ള പ്രശ്നങ്ങളോട് ജനം ഒരു കാലത്തും പിന്നെ ഒരാളെയും പേടിച്ച് മിണ്ടാതിരിക്കുമെന്ന് വിചാരിച്ച് കളയരുത്. യഥാർത്ഥത്തിൽ ആയത്തുള്ള അലി ഖമേനിക്കൊക്കെ പറ്റിയത് അതാണ്. പുള്ളിക്ക് 56 വയസ്സായി. പുള്ളി ഇപ്പോൾ മകനെയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പിൻഗാമിയായിട്ടൊക്കെ തീരുമാനിക്കാമെന്ന് പറഞ്ഞിരുന്നതാണ്. ഇനി ഒരു പിൻഗാമിയുടെ ആവശ്യം പറ്റില്ല, വേറെ ആരെങ്കിലും അവിടെ ഭരിച്ചോളും. ട്രംപിനെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന നശീകരണക്കാരുടെ കൂട്ടം, ഇതൊക്കെ എല്ലാ കാലവും 2022-ലും അതിനു മുമ്പും ഒക്കെ ഉണ്ടായ നിരവധി പ്രക്ഷോഭങ്ങളിൽ എല്ലാം തന്നെ രാജ്യത്തിനെതിരായിട്ടും അല്ലെങ്കിൽ ദൈവത്തിനെതിരായിട്ടും ഒക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് ഈ ആയത്തുള്ള അലി ഖമേനി ഇത്രയും നാളുകളെ പിടിച്ചിരുന്നത്. എന്തായാലും എനിക്ക് ചെയ്യാന്നുള്ളതാണ്. അതിപ്പോ ഇവര് ചെയ്യുമ്പോൾ അത് നെറിയേടാവാതിരിക്കുകയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് എന്താണ് മിണ്ടാതിരിക്കുകയും ചെയ്യുന്നത് തെറ്റാണ്. ഞാൻ ചെയ്താലും തെറ്റാണ്.